എൻ്റെ നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് മുന്നിൽ ജീവിച്ചു കാണിക്കാനായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ 2024 ഫെബ്രുവരി മാസം അവസാനിക്കും മുൻപ് തന്നെ അവസരങ്ങൾ തുറന്നു കിട്ടും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട. ഇനി നിങ്ങളെ ചതിച്ചവരോട് പോയി പറയണം, ഇനി നിങ്ങളുടെ കാലമെന്നത് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കും. അത് എന്താണ് കാര്യമെന്ന് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞു തരികയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ എല്ലാ പ്രേക്ഷകരും എൻ്റെ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിടുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ വരും ദിവസങ്ങളിലെ നക്ഷത്രഫലം ഒന്ന് നോക്കാം. ബന്ധുക്കളിൽ നിന്നും സഹോദര തുല്യരിൽ നിന്നും ചില സഹായ സഹകരണങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളും കാണിക്കുന്നുണ്ട്. സഹായം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സഹായം പ്രതീക്ഷിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ വിദേശവാസം ഉപേക്ഷിച്ചവർക്ക് ഇനി എല്ലാ തടസ്സങ്ങളും മാറി വിദേശത്തേക്ക് തിരികെ പോകാൻ വീണ്ടും ഒരു അവസരം വരികയാണ്. അറിയാതെ പോലും മറ്റുള്ളവരോട് ഈ സമയത്ത് തെറ്റ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ പ്രതിസന്ധികൾ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് പഠന വൈകല്യങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ ഈ സമയത്ത് വിജയം ഇവരുടെ കൂടെ തന്നെ ആയിരിക്കും. പ്രതികൂലമായ ചുറ്റുപാടുകളെല്ലാം തരണം ചെയ്യാൻ പല മാർഗങ്ങളും ഇവർക്ക് ലഭിക്കും. പൊതുരംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനും സാധിക്കും. മേലുദ്യോഗ പദവിക്കുള്ള നിയമ തടസ്സം മാറിക്കിട്ടും. മറ്റുള്ളവരുടെ കടബാധ്യതകൾ തലയിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിയമയുദ്ധത്തിന് ധനസഹായം ലഭിക്കും. പാർട്ട്ണർഷിപ്പിൽ മാറ്റം പ്രതീക്ഷിക്കാം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമ്മിശ്ര ഫലം ലഭിക്കും. ദോഷപരിഹാരമായിട്ട് അർദ്ധനാരീശ്വരന് നെയ്വിളക്ക്, കൂവളമാല, പാർവതി ദേവിക്ക് പട്ട്, താലി എന്നിവ സമർപ്പിക്കുക. ശ്രീരാമന് തുളസിമാല, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഈ ദിവസങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ശത്രുക്കൾ നിങ്ങളിൽ നിന്നും തട്ടിയെടുത്ത നിങ്ങളുടെ തൊഴിൽ നിങ്ങൾക്ക് തന്നെ ലഭിക്കാനുള്ളൊരു യോഗം ഈ ആഴ്ചയിൽ വരും. അതുപോലെ തന്നെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞവരിൽ നിന്നും പണം തിരികെ ലഭ്യമാകുന്നതിൻ്റെ സാധ്യതകളും കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ വളരെ ഉന്മേഷവാനായിട്ട് തൊഴിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഈ ആഴ്ചയിൽ അനുഭവപ്പെടില്ല. കർമ്മമേഖലയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള പെരുമാറ്റം കുടുംബത്തിൽ സന്തോഷത്തിനും ഐക്യത്തിനും കാരണമാകും. ബന്ധുക്കളുടെ വിയോഗം മൂലം ദുഃഖിച്ചു കഴിയുന്നവർക്ക് മനസ്സിന് കുറച്ച് ആശ്വാസം ലഭിച്ചു തുടങ്ങും. വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനം എടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും. കലാരംഗത്ത് ശോഭിക്കാൻ അവസരങ്ങൾ ഒരുപാട് ലഭിക്കും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. നയപരമായ തീരുമാനങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും. അന്യദേശത്ത് ഭൂമി ഇടപാട് നടത്തുന്നതിൽ ചില സാമ്പത്തിക തിരിമറികൾ നടത്തേണ്ടതായിട്ട് വരും. വ്യാപാര വ്യവസായ മേഖലയിൽ അടുക്കും ചിട്ടയും കണ്ടു തുടങ്ങും. പ്രണയ വിവാഹത്തിന് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നവമിഥുനങ്ങൾക്ക് സന്താന ഭാഗ്യത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ഈ ആഴ്ചയിൽ കാണാൻ സാധിക്കും. അന്യദേശത്ത് നിന്ന് ശുഭവാർത്ത പ്രതീക്ഷിക്കാം. സന്താനത്തിന് സാങ്കേതിക മേഖലയിൽ തൊഴിൽ സാധ്യത കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭദ്രകാളിക്ക്
രക്തപുഷ്പാർച്ചന, കടുംപായസം, സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം, ശ്രീകൃഷ്ണന് തുളസിമാല, പാൽപായസം, അഷ്ടലക്ഷ്മി യന്ത്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിൽ പിറന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. ഈ നക്ഷത്രജാതകരെ ശാരീരികമായി ഉപദ്രവിച്ച ശത്രുക്കൾക്ക് പോലീസ് നടപടികളിലൂടെ തക്കതായ ശിക്ഷ ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇന്നേ ദിവസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ശല്യം കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കണ്ടു തുടങ്ങുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. ശത്രുക്കളുടെ മേൽ എന്നേക്കുമായിട്ട് വിജയം കൈവരിക്കാനും സാധിക്കും. അതിരുകടന്ന ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് കാരണമാകുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധ വേണം. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനും ശ്രദ്ധിക്കണം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ചില നേട്ടങ്ങളും ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് വളരെ ഉന്നതി പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. വായ്പ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കും. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം. കലാരംഗത്ത് സഹകരണം വർദ്ധിക്കും. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തമായി പ്രവർത്തിക്കും. പൊതുരംഗത്ത് എതിർപ്പുകൾ അതിജീവിക്കും. അംഗീകാരത്തിന് സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. കായിക രംഗത്ത് മുന്നേറ്റം നടത്താൻ സാധിക്കും. ഉപരിപഠനത്തിന് വാശി കൂടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക. അതിനായിട്ട് ശിവന് ജലധാര, കുവളമാല, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, വേട്ടയ്ക്കൊരു മകന് അർച്ചന, ഹാരം. വിദ്യാർത്ഥികൾ സരസ്വതി യന്ത്രം ഈ ദിവസങ്ങളിൽ ധരിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാല അർച്ചന നടത്തുന്നതും വളരെ ഗുണം ചെയ്യുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗത്ത് നിന്നും സന്തോഷം നിറഞ്ഞൊരു കാര്യം ഇന്നേ ദിവസം നടക്കാനിരിക്കുന്നുണ്ട്. സർക്കാർ കമ്പനി ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയം തന്നെയാണ്. ഏറ്റെടുത്ത ഓരോ പദ്ധതികളും വിജയിപ്പിക്കാൻ സാധിക്കും. ശരീരത്തിലെ ക്ഷീണങ്ങൾ മാറിത്തുടങ്ങും. കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി നേരിടണം. ദുർവ്യയങ്ങളൊന്നും ഇന്നേ ദിവസം ഉണ്ടാകില്ല. പല പ്രകാരത്തിലും സന്തോഷകരമായ കാര്യങ്ങൾ ഇന്ന് നടക്കും. മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. ദാമ്പത്യ കലഹങ്ങൾക്കും ഒരു കുറവ് ഇന്നേ ദിവസം മുതൽ കണ്ടു തുടങ്ങും. പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി പ്രകടമാക്കാൻ സാധിക്കും. ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. പ്രതാപത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം. സഹായികളിൽ നിന്ന് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. മനോദുഃഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും. യാതൊരു വിധത്തിലുള്ള അലസതയും ഉണ്ടാകില്ല. കേസുകാര്യങ്ങളിൽ വിജയിക്കും. തൊഴിലിൽ നിന്ന് വരുമാനം നന്നായിട്ട് ലഭിക്കും. പണം ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാൻ ഇടയുണ്ട്. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തീർത്ഥയാത്രകൾ മുടങ്ങിപ്പോയവർക്ക് ഈ ദിവസങ്ങളിൽ നടത്താൻ സാധിക്കും. ഇവർ ദോഷശാന്തിക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്രക്കാരെ കുറിച്ചൊന്ന് നോക്കാം. പലവിധ ആപത്തുകളിൽ നിന്നും ഇന്നേ ദിവസം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. അത് ബന്ധുക്കളുടെ ഇടപെടൽ മൂലമോ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലമോ സംഭവിക്കാൻ സാധ്യത കാണുന്നു. മുഖത്ത് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരിക്കും ഇന്നേ ദിവസം. അപ്രതീക്ഷിത പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സുഖശയനം ലഭിച്ചു തുടങ്ങും. ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ധനസംബന്ധിയായ പ്രതിസന്ധി ഉണ്ടാകാനും ഈ ആഴ്ച സാധ്യതകൾ കൂടുതലാണ്. ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടിയെടുക്കാനും സാധിക്കും. വാക്കുദോഷം മൂലം പല അനർത്ഥങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. രോഗശാന്തി ലഭിക്കും. ഭക്ഷണത്തിലൂടെയും
മുറിവിലൂടെയും വിഷാംശം ഏൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും ശ്രദ്ധിക്കണം. നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും ഈ ഒരാഴ്ച നല്ല സമയമാണ്. ഇവർ ദോഷശാന്തിക്കായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.